സോ നിങ്ങളൊരു ഗെയിമറാണ്, നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് ഗെയിം കളിക്കുന്ന സമയത്ത് ഹീറ്റിംഗ് എന്നുള്ള പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ 1500 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മിനിമൽ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള കൂളറാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്ന മൊബിലൈഫ് എന്ന ബ്രാൻഡിന്റെ മിനി കൂളിംഗ് ഫാൻ. സോ ഫസ്റ്റ് ആയിട്ട് ഇത്തരം ഒരു കുട്ടി ബോക്സിലാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ കൂളർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബോക്സ് ക്വിക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് മാഗ്നറ്റിക് അറ്റാച്ചിങ് പാഡ്, നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു കൂളർ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ചാർജിംഗ് കേബിൾ, ആൻഡ് നെക്സ്റ്റ് ആയിട്ട് മറ്റ് സ്മാർട്ട് ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കണക്ടിംഗ് ക്ലിപ്സ്, ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ കൂളർ ആണ്. സോ ദെൻ നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ കൂളറിന്റെ ലുക്ക് ആൻഡ് ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് പ്ലാസ്റ്റിക് ബിൽഡിലാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ കൂളറിന്റെ കേസിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ലൊരു കോമ്പാക്ട് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഒരു കൂളറിന്റെ സൈഡിലായിട്ട് ചാർജിംഗ് പോർട്ടും അതുപോലെ പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൂളർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ കൂളറിന്റെ പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസും മറ്റ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ കൂളറിനകത്ത് 3 ലെവൽ ഓഫ് സ്പീഡ് മോഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യമാണ് നോയ്സ് റെഡ്യൂസ്ഡ് ആയിട്ടുള്ള വളരെ സൈലന്റ് ആയിട്ടുള്ള കൂളിംഗ് ഫാൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡിവൈസിന്റെ ഏകദേശം ടെമ്പറേച്ചർ കാണിക്കുന്ന ഒരു LCD ഡിസ്പ്ലേ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദെൻ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കൂളിംഗ് മെറ്റീരിയൽസ് വൈസ് നോക്കുവാണെങ്കിൽ ABS പ്ലസ് അലൂമിനിയം അലോയും തെർമൽ സിലിക്കോൺസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും നല്ല മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ വെക്കുന്ന സമയത്ത് 4 ഡിഗ്രിയോ അതിന് താഴോട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂളായി കിട്ടുന്നതായിരിക്കും. അത്യാവശ്യം നല്ലൊരു കൂളിംഗ് കണ്ടക്ടിവിറ്റി സപ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിലും iOS യൂസർ ആണെങ്കിലും ഗെയിമേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂളർ ആണിത്. സോ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ കൂളർ എന്ന് പറയുന്നത് പ്ലഗ് ആൻഡ് പ്ലേ ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതായത് പ്ലഗ് ചെയ്തുകൊണ്ട് അതായത് ചാർജിന് ഇട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ കൂളർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണിനകത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി 2 ടൈപ്സിലാണുള്ളത്. ക്ലിപ്സ് ടൈപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോണിനകത്തുള്ള ആൻഡ്രോയിഡ് അതല്ലെങ്കിൽ മാഗ്നറ്റിക് സപ്പോർട്ട് ഇല്ലാത്ത സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് അതുപോലെ മാക്സേഫ് ഉള്ള അതായത് ഐഫോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു സ്മാർട്ട് ഫോൺ കൂളർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാതെ ഇതിനോടൊപ്പം പ്രൊവൈഡ് ഉള്ള മാഗ്നറ്റിക് പാഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മാഗ്നറ്റിക് സപ്പോർട്ട് ചെയ്യാത്ത സ്മാർട്ട് ഫോണിനകത്തും മാഗ്നറ്റിക്കലി നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള അറ്റാച്ചിലായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോണിനകത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ കൂളർ ഇരിക്കുന്നത്. സോ ഫൈനലി നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ കൂളറിന്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആമസോണിൽ 1300 1400 പ്രൈസ് റേഞ്ചിലാണ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു മിനി കൂളർ ആണ് നമ്മുടെ ഒരു സ്മാർട്ട് ഫോൺ കൂളർ എന്ന് പറയുന്നത്. സോ കൂളിംഗ് എഫിഷ്യൻസി വൈസ് നോക്കുവാണെങ്കിൽ മറ്റ് ഫീച്ചേഴ്സ് വൈസ് നോക്കുവാണെങ്കിലും ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ എന്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂളർ ആണ് മൊബിലൈഫിന്റെ ഒരു സ്മാർട്ട് ഫോൺ കൂളർ എന്ന് പറയുന്നത്. സോ ഫൈനലി അതൊക്കെയാണ് ഗെയിമേഴ്സിന് എന്തുകൊണ്ട് ഉപകാരപ്പെടുന്ന ഒരു സ്മാർട്ട് ഫോൺ കൂളറിന്റെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ഇതിലും വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.